ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം സമൃദ്ധിയായിട്ട് കൊണ്ടെത്തിക്കുവാൻ ദൈവജനങ്ങൾ സദാ ജാഗരൂപരായി ദൈവത്തിൻ്റെ വചനവുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാടുകളിലും മേടുകളിലും പ്രകൃതിയെപ്പോലും വകവയ്ക്കാതെ തങ്ങളുടെ ശരീരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ വചനത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അതെങ്ങനെയെങ്കിലും ജനഹൃദയങ്ങളിൽ എത്തിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ദൈവദാസന്മാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം നടത്തുന്ന നടത്തിപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് യോന പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. യോനയെക്കുറിച്ച് പറയുമ്പോൾ യോന ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നവനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. യോനയുടെ ചരിത്രം പഠിപ്പിക്കുന്ന അമിത്ഷായുടെ മകനായിരിക്കുന്ന യോന യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു നല്ല കർത്തൃദാസനാണ് യോന. യോനയെ ഭൂമിയിൽ അനേക ആളുകൾ ഓരോ സമയങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിൽ യഹോവയായിരിക്കും ദൈവം ഓരോരുത്തരെ ഓരോ രാജ്യത്തിന് വേണ്ടി ഓരോ സംസ്ഥാനത്തിന് വേണ്ടി ഓരോ സ്ഥലങ്ങൾക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യം തൻ്റെ ദൂത് അറിയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്രകാരം യോന നിനവേക്കെതിരായിട്ട് സംസാരിപ്പാൻ തക്കവണ്ണം നിനവിലേക്ക് 1,20,000 ആൾക്കാർ പാർക്കുന്ന ആ പട്ടണത്തിൽ ചെന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ യോനയെ ദൈവം തിരഞ്ഞെടുക്കുന്നതായി നാം കാണുന്നുണ്ട്. യോനായോട് ദൈവത്തിൻ്റെ ദൂത് ദൈവത്തിൻ്റെ അരുളപ്പാട് യോനയ്ക്ക് ലഭിച്ചു. യോനയെ നീ നിനവേലേക്ക് ചെന്ന് ആ സ്ഥാനത്തുള്ള ജനത്തോട് പാപത്തെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് അവരെ ബോധ്യം വരുത്തുവാൻ തക്കവണ്ണം അവരോട് പ്രസംഗിക്കുവാൻ തക്കവണ്ണം യോനയോട് ദൈവം പറയുന്നു. പക്ഷേ യോനയെ സംബന്ധിച്ച് യോന ആ പ്രദേശത്തുള്ള ആളുകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ ഭീകരന്മാരും ദുഷ്ടന്മാരും കഠിന ഹൃദയമുള്ളായിരിക്കുന്ന ആ ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ് താൻ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് യോന വളരെ ഭയപ്പെട്ടിരുന്നു. കാരണം അവരേത് സമയത്തും തന്നെ നശിപ്പിച്ച് കളയും, തന്നെ കൊന്നുകളയുമെന്ന് താൻ വിചാരിച്ചു. ഇന്നും ഇതുപോലെയാണ് ലോകത്തിൽ സുവിശേഷന്മാരുടെ മുമ്പിലുള്ള വെല്ലുവിളി. അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ചെന്ന് പ്രസംഗിക്കാൻ തക്കവണ്ണം അനേക ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രതികൂലമായിരിക്കുന്ന പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഉള്ള സ്ഥാനങ്ങളിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ പലർക്കും ഭയമാണ്. അതിനുദാഹരണമാണ് വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് ചെന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ കൊണ്ട് കഴിയത്തില്ല. കേരളത്തിലും അപ്രകാരമുള്ള നിരവധി പ്രയാസങ്ങൾ മതപീഡനങ്ങളും ദൈവത്തിൻ്റെ മക്കൾക്കെതിരായിട്ട് ശക്തമായിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില ദുഷ്ടശക്തികളിൽ ആശ്രയിച്ചുകൊണ്ട് ചില സഹോദരന്മാർ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സുവിശേഷകന്മാരെ ഉപദ്രവിക്കുക, അതുപോലെ തന്നെ സുവിശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെഡുകൾക്ക് തീ വെച്ച് കളയുക, ഒരുപാട് അക്രമ പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ അനേക സുവിശേഷന്മാർ ഭയന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ യോനായും അതുപോലെ ഒരു ഭയത്തോടു കൂടി അവൻ പറയുകയാണ്, എനിക്കങ്ങോട്ട് പോകാൻ കൊണ്ട് കഴിയത്തില്ല കർത്താവേ. കാരണം എന്താണെന്നറിയാമോ? അവിടെയുള്ള ജനങ്ങൾ വളരെ ദുഷ്ടന്മാർ, അവരേത് സമയത്തും എന്നെ കൊന്നുകളയും. അവൻ ഭയപ്പെട്ടു. ഇവിടെ യോന ഭയപ്പെട്ട് അവൻ തർശീസിലേക്ക് പോകുന്ന കപ്പലിനകത്ത് കയറി അതിൻ്റെ അടുത്തിടയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ദൈവം അവനോട് നിനവയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ തക്കവണ്ണം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ദൈവം കൊടുത്തപ്പോൾ യോന പോകുന്ന എങ്ങോട്ടാണ്? അവൻ തർശീസിലേക്ക് പോകുന്ന കപ്പലിനകത്ത് കയറി അവൻ അതിൽ നിന്ന് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം തന്നോട് പറഞ്ഞിരിക്കുന്ന ആ ദൗത്യത്തിൽ നിന്ന് അവൻ മാറി മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവനങ്ങനെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയായിരിക്കും ദൈവത്തിന് ചില കാര്യങ്ങളുണ്ട്. ദൈവം ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന് ദൂത് കൊടുത്ത് ദൈവം ഒരുവനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ പോയി പ്രസംഗിക്കാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഒരു തെളിവാണ് യോനയുടെ ജീവിതത്തിൻ്റെ അനുഭവം. യോന തർശീസിലേക്ക് പോകുന്ന കപ്പലിൻ്റെ അടുത്തിടൽ കയറി സുഖമായിട്ട് ഉറങ്ങി. യോനായെ നീ പോകേണ്ട സ്ഥാനം ഇതല്ലായിരുന്നു. അവൻ അതിൻ്റെ ഉള്ളിൽ കയറി ഉറങ്ങുമ്പോൾ ആ കടലിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകുകയാണ്. അവിടെ വലിയൊരു കൊടുങ്കാറ്റ് ആ കടലിനകത്ത് അടിച്ചു. ആ കടലിൽ അടിക്കേണ്ട ഇടയായി തീർന്നു. ആ കപ്പൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും
കൈവിട്ട് ചാഞ്ചാടി മുൻപോട്ട് സഞ്ചരിക്കാനൊക്കെ കഴിയാത്ത അവസ്ഥയിലായി. കപ്പൽ പ്രമാണികൾ, കപ്പിത്താന്മാർ തങ്ങളുടെ സകല കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് സാധിക്കാത്ത അവസ്ഥയിലായി. അവരെന്താണ്, വളരെ പ്രയാസമാണ്. ഓരോ മിനിറ്റുകൾ കഴിയും തോറും കടലിൽ ശക്തമായിരിക്കുന്ന കൊടുങ്കാറ്റടിക്കുകയാണ്. കപ്പൽ ആടി ഉലയുകയാണ്. മുന്നോട്ട് സഞ്ചരിക്കാനൊക്കെ കഴിയത്തില്ല. വല്ലാത്തൊരു സാഹചര്യം. ഇവിടെ എന്താണ് സംഭവിച്ചത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാറുണ്ട്, ലോകത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കാനൊക്കെ കഴിയുന്നില്ല. പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റ്, പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റിൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്നു. എങ്ങനെയാണ് മുന്നോട്ട് സഞ്ചരിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഇവിടെ എന്താണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവമക്കളാണെങ്കിൽ അവർ മുഴങ്കാലം മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും. മറ്റാളുകളാണെങ്കിൽ മറ്റ് ചില സ്ഥാനങ്ങളിൽ ചെന്ന് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കും. വീട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആണെങ്കിൽ ഒരു ഭവനം എന്ന നിലയിൽ ആ ഭവനത്തിൻ്റെ തകർച്ചയിൽ അവർ വളരെയധികം ആലോചിക്കും. മാതാപിതാക്കന്മാർ ഒരുമിച്ചിരുന്നുകൊണ്ട് ആലോചിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഭവനത്തിനുള്ളിൽ സംഭവിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവർ അതിന് കാരണം കണ്ടെത്തുവാനൊക്കെ ശ്രമിക്കും. ഇവിടെ എന്താണ് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുന്നത്? യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അമിത്ഷായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനെതിരായി പ്രസംഗിക്കുക, എന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവം കൊടുക്കുന്ന ദൂത് മനോഹരമായിരിക്കൊരു ദൂത്, ദൈവം കൊടുക്കുന്ന ദൂത് എത്ര ശക്തമായിരിക്കുന്ന നിലയിലാണ് ദൈവത്തിൻ്റെ ദാസനത് ഉൾക്കൊള്ളേണ്ടത്. അവൻ എത്രമാത്രം ശക്തമായ രീതിയിലാണ് അവൻ ജനത്തോട് സംസാരിക്കേണ്ടത്. അതിന് പകരമായിട്ട് അവൻ ചെയ്യുന്നത് എന്താണ്? അവൻ നിനവിലേക്ക് യാത്ര ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി. ആ കപ്പൽ പ്രമാണിയും അതിലുള്ള ആളുകൾ എന്താണ്, ആ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാനൊക്കെയാണ് പലവിധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അവസാനമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. അവർ പറയുകയാണ്, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കപ്പലിനകത്ത് കപ്പിത്താൻ അല്ലെങ്കിൽ ക്യാപ്റ്റന് ഒരു വിളംബരം ചെയ്തു, എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാനൊക്കെ പറയുകയാണ്. ഓരോരുത്തരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാം പലപ്പോഴും ഒരു യാത്ര പുറപ്പെടുമ്പോൾ നാം ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കും, കർത്താവേ ഈ യാത്രയിൽ നിന്ന് എനിക്ക് അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കും. ഏതെങ്കിലും ഒരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് വിവിധങ്ങളായ ഘട്ടങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമ്മെ സംബന്ധിച്ച് പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇത് വിശ്വസിച്ചുകൊണ്ട് അതിലായിരുന്ന കപ്പിത്താൻ എന്നാണ് അവൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഉണരുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ്. അവരെല്ലാവരും ഉണർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതേ സമയത്ത് ദൈവത്തിൻ്റെ ആലോചന ലഭിച്ച ദൈവത്തിൻ്റെ ദാസൻ യോന എന്താണ്, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ അവൻ പോയി കിടന്നുറങ്ങിയാണ്. എന്നാൽ അതിൻ്റെ 3-ാമത്തെ വാക്യം, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ തർശീസിലേക്ക് ഓടിപ്പോണ്ട് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പോയി. ഇവനെന്താണ് തുറന്ന് വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യം, കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തരും അവനവൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്കുകളെടുത്ത് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെ അവരെല്ലാം വളരെ വിഭ്രാന്തിയിലായി, പ്രയാസങ്ങളിലായി. അവർ പറയുകയാണ്, ബന്ധുക്കളെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, സ്നേഹിതരെ വിട്ട്, എല്ലാവരെയും വിട്ട് നാം ഈ കപ്പൽ യാത്രയിൽ ഈ കപ്പലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ കടലിൻ്റെ ഉള്ളിൽ ഏതാനും ചില മിനിറ്റുകൾക്കകമായിട്ട് നാം ശവമായിട്ട് മാറി കണ്ടുകൊണ്ട് പോവുകയാണ്. അവർ വളരെ ഭയപ്പെട്ടു, വളരെ പ്രയാസത്തിലായി. ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ആലോചന കേട്ടവൻ അവൻ കപ്പലിൻ്റെ അടുത്തിൽ കിടന്നുറങ്ങുകയാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നതെന്ത്? എല്ലാവരും എഴുന്നേറ്റ് അവർ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂത് ലഭിച്ച ദൈവത്തിൻ്റെ ദാസൻ മനോഹരമായിട്ട് ഉറങ്ങുകയാണ്. പ്രയാസങ്ങളുടെ മധ്യേ ആർക്കിങ്ങനെ ഉറങ്ങാനൊക്കെ കഴിയും? ഒരിക്കൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് സുനാമി കടന്നു വന്നപ്പോൾ ആ കായംകുളം പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ കടലിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിച്ചിരിക്കുന്ന അനേക ആളുകൾ രാത്രി ഈ സുനാമിയിൽ ഒഴുകി പോകേണ്ട കാരണമായി തീർന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഒരു പ്രയാസം വരുന്നു, ഒരു പ്രശ്നം വരുന്നു. സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചപ്പോൾ ആക്രമണത്തിൻ്റെ ഭീഷണിയിലും അനേക ആളുകൾക്ക് നാശനഷ്ടങ്ങളും മരണമൊക്കെ സംഭവിച്ചു. ജനങ്ങളെന്താണ് നിരാശരായിട്ട് മാറി. അവസാനമായിട്ട് ആ ആക്രമണത്തെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സൈന്യം അതിനെ ചെറുത്ത് നിൽക്കുകയും
ജനങ്ങൾക്ക് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ജനമെന്താണ്, രാഷ്ട്രത്തിൽ നിന്ന് അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ തൊക്കണം, കപ്പലിൽ, പ്ലെയിനിൽ, വിവിധ സ്ഥലങ്ങളിൽ കൂടെ പോകാൻ തൊക്കണം ശ്രമിച്ചു. ഉറക്കം കിടത്ത രാത്രികളിൽ മണിക്കൂറുകളോളം രാത്രികളായിട്ട് ഉറങ്ങാൻ തൊക്കണം കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ശരിയായിട്ട് വസ്ത്രധാരണം ചെയ്യുന്നതിനോ അതുപോലെ തന്നെ കുളിക്കുന്നതിനോ ഒന്നും സാധിക്കാത്ത വല്ലാത്തൊരു സാഹചര്യത്തിൽ ആളുകൾ പെട്ടു. പ്രിയമുള്ള ജനങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉറക്കം കെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറില്ലേ? ഇവിടെ എന്താണ്, ഈ സമയത്ത് കപ്പലിലുള്ള സകല ആളുകളും ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഉണർന്നേറ്റ് അവരവരുടെ ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ എന്നാണ് അവൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നിരുന്നാൽ തന്നെയും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ചില ആളുകളെക്കുറിച്ച് നമുക്കറിയാം, അവർക്കാവുന്നതും വലിയ പ്രശ്നമല്ല, അവർ സുഖമായിട്ട് ഉറങ്ങുക തന്നെ ചെയ്യും. ഇവിടെ എന്താണ്, പ്രമാണി എഴുന്നേറ്റെന്ന് പറയുകയാണ്, അവനോട് ചോദിക്കുകയാണ്, നീ ആരാണെന്ന് ചോദിക്കുകയാണ്. അവനെ ചോദ്യം ചെയ്തു, നീ എവിടുത്തുകാരനാണ്, നീ എവിടെ നിന്ന് വരുന്നു, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, ജീവനുള്ള ദൈവത്തെ ഭജിച്ച് വരുന്ന സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ഓടിപ്പോകുന്ന ഒരു മനുഷ്യനാണെന്ന് അവൻ പറയുകയാണ്. ദൈവത്തിൻ്റെ ആലോചന ലഭിച്ചുകൊണ്ട് അവൻ ഓടിപ്പോകണം. അവനോട് ചോദിച്ചു, നിന്നോട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറയുകയാണ്, എന്നോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ എന്താണ് എടുത്ത് കടലിലേക്ക് എഴുതാണ്ടൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ കടൽ എന്താണ്, ശാന്തമാകും, കപ്പലിൽ എന്താണ് വലിയ പ്രയാസങ്ങളും കോളിളക്കങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല, വളരെ ശാന്തമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അവർക്ക് ഭയം തോന്നി, എങ്ങനെയാണ് കൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുന്നത്, നമുക്ക് ആർക്കെങ്കിലും ചെയ്യാനൊക്കെ കഴിയുമോ? നാം ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ബസ്സിൽ നിന്ന് ഒരു മനുഷ്യനെ എടുത്ത് ദൂരേക്ക് കളയാണ്ടൊക്കെ നമുക്ക് കഴിയുമോ? ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ എടുത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് നമുക്കെടുത്ത് തന്നെ പുറത്തേക്ക് കളയാണ്ടൊക്കെ നമ്മുടെ മനസ്സാക്ഷി അനുവദിക്കുമോ? ഒരിക്കലും സംഭവിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ ശക്തമായിട്ട് പറയുകയാണ്, അവൻ്റെ ഉള്ളിലൊരു ബോധമുണ്ട്, ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ തൊക്കണം. യഹോവയായിരിക്കും ദൈവം എന്നോട് പറഞ്ഞതാണ്, ഞാനതിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ വിടത്തില്ലെന്ന് കഴിഞ്ഞ നാളുകളിൽ യോനായെ നീ വിശ്വസിച്ചതുപോലെ തന്നെ നിൻ്റെ അകത്തളത്തിൽ നിന്ന് ഈ തീരുമാനത്തിലേക്ക് നീ വരികയാണ്. അതുകൊണ്ട് അവൻ ശക്തമായിട്ട് പറഞ്ഞു, എന്നെ എടുത്ത് പുറത്തേക്ക് കളയാണ്ടൊക്കെ പറയുകയാണ്. അവനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ഇതേ സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതി നോക്കിയാട്ടെ, യഹോവയായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി. ഈ സമയത്ത് സകലത്തെ നിർമ്മിച്ചവനായിരിക്കും ദൈവം കടലിൽ ഒരു വലിയ മത്സ്യത്തെ ഈ കപ്പലിനോട് ചേർന്ന് സഞ്ചരിക്കാണ്ടൊക്കെ ദൈവം പറയുന്നു. കപ്പലിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ പ്രശ്നം ആരംഭിച്ചു. കപ്പൽ പ്രമാണി എഴുന്നേറ്റെന്ന് പ്രയാസത്തിലായി. യോനായ്ക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഈ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഈ വലിയ തിമിംഗലത്തോട് പറയുകയാണ്, നീ അതിനോട് ചേർന്ന് സഞ്ചരിക്കാണ്ടൊക്കണം. തിമിംഗലം ഇങ്ങനെ ചേർന്ന് സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോനായെ എടുത്ത് താഴേക്ക് ഇടുന്ന അവസ്ഥ നോക്കിയാട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകത, ഈ സമയത്ത് ഈ കടലിൽ കൂടെ സഞ്ചരിക്കുന്ന വലിയ തിമിംഗലം, ഈ വലിയ മത്സ്യം എന്നാണ്, വായും തുറന്നുകൊണ്ട് ഈ കപ്പലിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. യോനായെ എടുത്ത് പൊക്കിയെടുത്ത് അതിലേക്ക് ഇട്ടപ്പോൾ ഇതിൻ്റെ വായിലേക്ക് നേരെ വന്ന് വീഴുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊരു യു ടേൺ തിരിഞ്ഞ് നേരെ നിനവേ ലാക്കാക്കിക്കൊണ്ട് ഈ കടൽ മത്സ്യം സഞ്ചരിക്കുകയാണ്. നോക്കിയാട്ടെ ദൈവത്തിൻ്റെ പദ്ധതി. യോന തിമംഗലത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു. യോന അവിടെ കിടന്നുകൊണ്ട് അയ്യം വിളിക്കാൻ തുടങ്ങിയാണ്. അവന് ദുഃഖവും പ്രയാസമായി. അവൻ അവിടെ നിന്നുകൊണ്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ ജനമേ, യഹോവയായിരിക്കും ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും എല്ലാം തന്ന് ദൈവത്തെ അറിഞ്ഞതുപോലെ ജീവിപ്പാൻ്റെ കൊണ്ട് ദൈവം നമുക്ക് അവസരം തന്നപ്പോൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതമേ, ദൈവസന്നിധിയിൽ ഓടിപ്പോകുന്ന ജീവിതമേ, ഇതാ സംഭവിച്ചെന്താണ്? യോന കടലാനയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് അവൻ അയ്യം വിളിക്കുകയാണ്. സാധാരണ നമുക്ക് മത്സ്യത്തിൻ്റെ അവസ്ഥ അറിയാം. സയൻസൊക്കെയും പറയുന്നത് അതിൻ്റെ വയറ്റിൽ ഒരു മനുഷ്യനോ മറ്റേതെങ്കിലും ഒരു ഇര ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടുവാനൊക്കെ പ്രയാസമാണ്. അതിൻ്റെ ദഹനേന്ദ്രിയങ്ങൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ച് അതെന്താണ് അതിനകത്ത് കിടന്ന് നിമിഷകമായിട്ട് ദഹിച്ച് വല്ലാത്ത അതിൻ്റെ ശരീരത്തോട് ചേരുന്നൊരവസ്ഥയാണ്. ഇവിടെ എന്താണ്? ദൈവം യോനയോട് പറഞ്ഞുകൊണ്ട് തിമംഗലത്തിന് യോനയെ അപ്രകാരം ചെയ്യുവാൻ്റെ കൊണ്ട് കഴിഞ്ഞില്ല. യോന അതിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അയ്യം വിളിക്കുകയാണ്. അവൻ അവിടെ കിടന്ന് 3 രാത്രിയും 3 പകലും അവൻ അതിനുള്ളിൽ കിടന്നുകൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 3 ദിവസം ഫാസ്റ്റിങ്. 3 ദിവസം അവൻ ദൈവസന്നിധിയിൽ ഫാസ്റ്റിംഗ് എടുക്കുകയാണ്. അവനൊരു ആഹാരം എങ്ങൊന്നും കിട്ടിയില്ല, അവന് യാതൊന്നും കിട്ടിയില്ല. 3 ദിവസം അവൻ അതിനുള്ളിൽ കിടന്നുകൊണ്ട് അവൻ അയ്യം വിളിക്കുകയാണ്. ദൈവം അവനെ ശരിയായ രീതിയിൽ പ്രസംഗിപ്പാൻ്റൊക്കെ ശക്തമാക്കി തീർക്കുകയാണ്. അവൻ ആവശ്യമായിരിക്കുന്ന ഊർജം, അവൻ ആവശ്യമായിരിക്കുന്ന ബലം, അവൻ ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, അവനോട് ദൈവം പറഞ്ഞിരിക്കുന്ന ദൂത് അവൻ അത് വെച്ച് ഒന്നുകൂടെ ഉരുവിട്ട് അവനതിന് ബലം പ്രാപിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഈ യു ടേൺ തിരിഞ്ഞ് പോയിരിക്കുന്ന ഈ തിമംഗലം, ഈ വലിയ മത്സ്യം എന്താണ്?
നിനവയുടെ തീരത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിനവയുടെ തീരത്ത് കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് നിന്ന് നമുക്കറിയാമല്ലോ, ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇവനെ അതിലേക്ക് ഛർദ്ദിച്ചു വിടുകയാണ്. വളരെ ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ ദാസനെ അവൻ നിനവയിലേക്ക് പോകാതെ തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ കയറി മറ്റൊരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കാൻ പോയെങ്കിൽ, നീ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ യഹോവയായിരിക്കും ദൈവം നിന്നെ തർശീശിൽ നിന്ന് നിന്നെ ആ സ്ഥാനത്ത് നിന്ന് നിന്നെ മാറ്റി. യഹോവയായിരിക്കും ദൈവം എന്താണ്? നിനവയുടെ തീരത്ത് കൊണ്ട് അവനെ ഛർദ്ദിച്ചിടുകയാണ്. യോന നിനവയുടെ തീരത്ത് ഛർദ്ദിക്കപ്പെട്ടവനായിട്ട് അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൻ ആ ദേശമൊക്കെ നോക്കി. അവൻ മുമ്പ് ഭയന്ന ദേശമാണ്, അവൻ മുമ്പ് ഭാരപ്പെട്ട ദേശമാണ്. ആ ദേശത്ത് നിന്നുകൊണ്ട് അവൻ അവിടെ നിന്ന് പതുക്കെ നടന്ന് അവനെന്താണ് പട്ടണത്തിനുള്ളിലേക്ക് ചെന്നു. പട്ടണത്തിനുള്ളിലേക്ക് പുതിയൊരാൾ വന്നിരിക്കുകയാണ്, ഒരു സുവിശേഷകന്, ഒരു മിഷണറി വന്നിരിക്കുകയാണ്. അവരെന്താണ് ചെയ്തത്? അവനോട് ദൈവം അവനെ അയച്ചതുകൊണ്ട് ആളുകൾ അവനെ സ്വീകരിക്കാൻ ഇടയായി തീർന്നു. അവനവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ന്യായവിധിയുടെ ദൂത് അവനോട് പറയുകയാണ്. ഈ പട്ടണത്തോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ ദുഷ്ടത വലിയതായിരിക്കുന്നു, നിങ്ങളുടെ പാപം ശക്തമായിരിക്കുന്നു. അതുകൊണ്ട് പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പിന്മാറുവാൻ തക്കണം അവരോട് ശക്തമായിട്ട് പ്രസംഗിച്ചു. യോനായി പ്രസംഗമൊക്കെയും പ്രസംഗിച്ചു കഴിഞ്ഞു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നാം അപ്രകാരം ചെയ്യണം. ദൈവം നമ്മെ വിളിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം മറഞ്ഞു പോകരുത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇവിടെ എന്താണ് യോന പ്രസംഗിച്ചു? 1,20,000 ആളുകൾ മാനസാന്തരപ്പെട്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ച് ഒരു വലിയൊരു അനുഗ്രഹം, നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ കീഴ്പ്പെടുത്തണം. ഇവിടെ യോനായെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്ത് വലിയ മാറ്റമുണ്ടായി. യോനായുടെ പ്രാർത്ഥനയും യോനായുടെ വിടുതലും നോക്കിയാട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചത്. അവനോട് ദൈവം പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിലവിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. അവൻ ദൈവസന്നിധിയിൽ ബലപ്പെട്ടവനായിട്ട് അവൻ നിനവേ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. യോനായുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ദേശത്തിൽ നിന്നാണ് ജനങ്ങളെല്ലാം എന്താണ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവർ നിൽക്കുവാനിടയായി തീർന്നു. ഈ നാളുകളിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, അവരെന്താണ് ചെയ്തറിയാമോ? അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോനായുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് വലിയൊരു അനുതാപമുണ്ടായി. അവരൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു. വായിച്ചാട്ടെ, 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായിക്കുണ്ടാകും. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്ത പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്ന്. എന്നാൽ നിനവ ഒരു 3 ദിവസത്തെ വഴി ദൂരമുള്ള സ്ഥലമായിരുന്നു. യോന അവിടെ ചെന്ന് പ്രസംഗിച്ചു. യോനയുടെ പ്രസംഗത്തിനകത്ത് അവർ മാനസാന്തരപ്പെട്ടു, ദൈവത്തിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരുടെ ആണെങ്കിൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുകയും അവൻ നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യും. മാനസാന്തരത്തിൻ്റെ അനുഭവം ദൈവം നമ്മോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം അതനുസരിക്കുക. ജനമെന്താണ് ഇരുട്ടിലും വെണ്ണുകളുന്നുകൊണ്ട് അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. രാജാവ് വിളിച്ചു പറയുകയാണ്, അതുകൊണ്ട് ദേശനിവാസികളെ 3 ദിവസത്തേക്ക് ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കാൻ കൂടെ പറയുകയാണ്. അവർ ദൈവത്തോട് ഉപവസിച്ച് കന്നുകാലികളും മൃഗങ്ങളും കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുമിച്ച് അവർ അനുദമിച്ച് സ്വർഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ ചെയ്തിരിക്കുന്ന വലിയ പാപമാണ്, ഞങ്ങൾ വലിയ ദുഷ്ടതയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, ഞങ്ങൾ ദുഷ്ടന്മാർ, ഞങ്ങൾ പാപികൾ, ഞങ്ങൾക്ക് അനുതാപത്തിന് ഞങ്ങൾ അനുദമിക്കുന്നു പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുത്തി. അവർക്ക് വരുത്തേണ്ട നാശത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ സൊദോം ഗൊമോറ പട്ടണത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ 2 ദൂതന്മാർ കടന്നു ചെന്നു. അവരുടെ ദുഷ്ടതയും വലുതായിരുന്നു, അവരും പാവമുള്ള ജനമായിരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ കടന്നു നിന്നിട്ട് അവിടെ അവരുടെ ദൂത് സംസാരിക്കേണ്ടവണ്ണം കടന്നു ചെന്നു. എന്നാൽ അവരുടെ ദൂത് അനുസരിപ്പാണ്ടൊക്കെ ആരുമില്ല. പട്ടണത്തെ നശിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവരെ, ദുഷ്ടന്മാർ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരുന്നില്ലെങ്കിൽ ദൈവം ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിലേക്ക് മടങ്ങി വരിക, നീ ദുഷ്ടത നിറത്ത്, നീ പാപം നിറത്ത്, മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിൽ നിന്ന് നീ മാറ്, അനേക ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നീ മാറി വരിക എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്ന തലമുറയോട്, പാപം ചെയ്യുന്ന തലമുറയോട്, അപ്പനെയമ്മ ഉപദ്രവിക്കുന്നവരോട്, അതുപോലെ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരോട്, കൊലപാതകം ചെയ്യുന്നവരോട് യഹോവയായിരിക്കും ദൈവം വിളിച്ചു പറയുകയാണ്, നീ അതെല്ലാം നിർത്തി നീ മടങ്ങി വരിക, നീ നല്ല മനുഷ്യനായിട്ട് ദൈവത്തെ അനുസരിച്ച് നീ ജീവിക്കാൻ പറയുകയാണ്.
ഇതെവിടെയാണ് സമാധാനം? ലോകത്തിൻ്റെ ഏത് സ്ഥാനത്ത് നോക്കിയിരുന്നാലും സമാധാനമില്ലാത്ത അവസ്ഥയിലാണ്. ധാരാളം എവിടെ നോക്കിയാൽ സഞ്ചരിക്കാനൊക്കെ സാധിക്കത്തില്ല. മനുഷ്യനെന്ന് സ്വാതന്ത്ര്യമായിട്ട് സഞ്ചരിക്കാനൊക്കെ കഴിയാത്ത അവസ്ഥയിലാണ്. മനുഷ്യൻ്റെ ദുഷ്ടത അങ്ങോട്ട് വളർന്ന് ആരെയും കൊല്ലുവാനൊക്കെ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിലാണ് ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്നത്. ഇവിടെ എന്താണ്? അതുപോലൊരു രാഷ്ട്രമായിരുന്നു സൊദോം ഗൊമോറ പട്ടണം. ആ പട്ടണത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ കടന്നു ചെന്ന് ദൂതന്മാർ പറയുകയാണ്, ദൂതന്മാർ കടന്നു ചെന്നപ്പോൾ ആളുകളൊക്കെ അവർ കൊല്ലുവാനൊക്കെ ഉപദ്രവിക്കാനൊക്കെ കടന്നു വന്നു. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് സമയം താമസിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് ന്യായവിധി ഇറങ്ങി വരുവാനൊക്കെ സമയമായപ്പോൾ ദൈവം പറയുകയാണ് ലോത്തിനോടും ലോത്തിൻ്റെ ഭാര്യയോടും തൻ്റെ മക്കളോടും പറയുകയാണ്, ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു പോകണം. ദൈവത്തിന് ന്യായവിധി ഇതിനകത്തേക്ക് ഇറങ്ങുവാനൊക്കെ പോകുകയാണ്. അവർ താമസിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓടുവാനൊക്കെ പറയുകയാണ്. അവരെ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഓടിപ്പോകാനൊക്കെ പറയുകയാണ്. തിരിഞ്ഞു നോക്കരുത് പറയുകയാണ്. അവരങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, അവർ പട്ടണത്തിനകത്ത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ന്യായവിധി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സ്വർഗത്തിൽ തീ ഇറങ്ങി വന്ന് ആ പട്ടണത്തെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഇതേ സമയത്ത് ലോത്തിൻ്റെ ഭാര്യ അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. അവൾ മുന്നിലേക്ക് ഓടേണ്ടതായിരുന്നു. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവർ ഉപ്പുതൂണായിട്ട് മാറിയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നത്, യഹോവ വിചാരിക്കുന്ന ദൈവം എന്താണ്? എത്ര ഭംഗിയായ രീതിയിൽ ഭൂമിയെ നിർമ്മിച്ചു. മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം കൊടുത്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 24-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. 19-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ സോദോമിൻ്റെയും ഗോമോറയുടെയും മേൽ ആകാശത്ത് നിന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ തീയും ഗന്ധവും വർഷിപ്പിച്ചു. ദുഷ്ടത പ്രവർത്തിക്കുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങി വരികയാണ്. ഇന്ന് ലോകത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദുഷ്ടതയുടെ അവസ്ഥയിൽ നിന്ന് നീ മാറി വരിക. കാണപ്പെട്ട മനുഷ്യനെ അല്ലെങ്കിൽ നിൻ്റെ സഹോദരനെ സഹോദരിക്കെതിരായിട്ട് വാളുയരുവാനൊക്കണം, തോക്കുകൾ ഉയർത്തുവാനൊക്കണം, അവനെ കൊന്ന് മുടിച്ച് കളയുവാനൊക്കണം. നീ ശ്രമിക്കാതെ ദൈവത്തിലേക്ക് മടങ്ങി വരിക. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. യഹോവയായിരിക്കും ദൈവം പറയുന്നു, നീ ഒരു നാൾ ലജ്ജിച്ചു പോകരുത്. നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിക്കുക. ലോകത്തിൽ അനേക പ്രയാസങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർക്ക് സ്കൂളിലേക്ക് വിടുന്നുണ്ട്. അവർക്ക് ഭയമാണ്, എങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് തിരിച്ചു വരുന്നത്? അനേക കുഞ്ഞുങ്ങളെ വഴിയിൽ അപകടത്തിൽ മരിക്കുന്നുണ്ട്. അനേക കുഞ്ഞുങ്ങളെ മറ്റാളുകൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അനേക അനിഷ്ട സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ കണ്ടുകൊണ്ട് മാതാവേ, പിതാവേ, നാം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിന് ദുഷ്ടത ഭൂമിയിൽ നിന്ന് മാറുവാണ്ടൊക്കെ പറയുന്നുണ്ടോ? അതുപോലെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ആളുകളെ ഈ കവർച്ച ചെയ്യുകയും വീടുകൾ കവർച്ച ചെയ്ത് സാധന സാമഗ്രികൾ എടുത്തുകൊണ്ട് പോകുന്നു. യാതൊരു ഭയമില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ മറ്റാരെയും ഭയമില്ലാതെ ശക്തമായിട്ട് അനേക ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുഷ്ടത പ്രവർത്തി നിർത്തുവാണ്ടൊക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് കൽപ്പിക്കുകയാണ്, നിന്നോട് ആജ്ഞാപിക്കുകയാണ്, നിന്നോട് പറയുകയാണ്. പ്രിയ സ്നേഹിത, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏറ്റവും വിലയേറിയവരാണ്, ഏറ്റവും സമ്പന്നരാണ്. യോനായോട് ദൈവത്തിന് ദൂത് കൊടുത്തു, യോനായെ നീ പോയി പ്രസംഗിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ യോന ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും വിടുകത്തില്ല. നിൻ്റെ ദൂത്, എൻ്റെ ദൂത്, നീ ആ സ്ഥാനത്ത് പ്രസംഗിപ്പാനൊക്കെ ഞാൻ നിന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് യോനായെ നീ ഒരുങ്ങുവാനൊക്കെ പറയുകയാണ്. അവൻ ഒരുങ്ങുവാൻ താമസിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടത വന്നു. ഇന്നും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു യഹോവയായിരിക്കും ദൈവം ലോകത്തിലുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ദുഷ്ടത നിർത്ത്, നിൻ്റെ പാപം നിർത്ത്, നിൻ്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന ദൂത് നീ ലോകത്തോടെ വിളിച്ചു പറയുവാനൊക്കെ ദൈവം പറയുകയാണ്. മടിച്ചിരിക്കരുത്, ക്ഷീണിച്ചു പോകരുത്. നാം ദൈവത്തിൻ്റെ ദൂത് ലോകത്തോടെ വിളിച്ച് പറയണം. ദൈവത്തിൻ്റെ ദൂത് നാം കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിക്കണം. കർത്താവേ, ഞാനിതാ കടന്നു വരുന്നു, എൻ്റെ പാപം നിനക്ക് ക്ഷമിക്കുവാനൊക്കെ കഴിയുന്നതാണല്ലോ. ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന പ്രയാസങ്ങളോട് ക്ഷമിക്കണമേ. സഹോദരനോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോട് നാം ഏതെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്പരം ചെയ്യുന്ന അവരോട് ക്ഷമ ചോദിച്ച് അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ട യോനായുടെ അനുഭവത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, യോന ദൈവസന്നിധിയിൽ അവൻ അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ തന്നെയും പിന്നെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെ തന്നെ താഴ്ത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായിരിക്കുന്ന സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾപ്പാൻ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. യോന ദൈവത്തിൻ്റെ വിളി നിഷേധിച്ചുകൊണ്ട് സഞ്ചരിച്ചു. പക്ഷേ യോനായെ പിന്നത്തേതിൽ നിലവിലേക്ക് പറഞ്ഞു വിട്ടു. കർത്താവേ, 1,20,000 ആൾക്കാരുടെ മാനസാന്തരത്തിന് യോനായെ ഉപയോഗിച്ച ദൈവമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ദുഷ്ടതയെ കർത്താവ് മാറ്റിത്തരണം.
യോനായെ പോലെ കർത്താവെ ദൈവത്തിനെ വിളിക്ക് അനുസരണക്കേട് കാണിക്കാതെ അനുസരണത്തോടെ നിൽപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.